പ്രവാചകന്റെ പത്നിമാർ പോയിട്ടില്ല, പ്രവാചകന്റെ പത്നിമാർ ഒരിക്കൽ പോലും പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു വരുത്താൻ ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. സ്ത്രീയോ പകലോ ഒരൊറ്റ ജുമാക്കോ ജമാഅത്തിനോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഒരു ഭാര്യയും ഒരു മക്കളും ഒരു പെൺമക്കളും പുറത്തു പോയിട്ടില്ല. അവരാണ് വലിയ ഈമാനുള്ള സ്ത്രീകൾ. ഈ ഒതായിലെ ഫാത്തിമ കുട്ടിയും അല്ലെങ്കിൽ ഒതായിലെ ഖദീജ കുട്ടിയൊന്നല്ല. ഈമാനുള്ള സ്ത്രീകള് അതേതെങ്കിലും മുജാഹിദ് പെണ്ണല്ല, അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യമാരും അള്ളാഹുവിന്റെ റസൂലിന്റെ പെൺമക്കളുമാണ്. അവർ ജമാഅത്തിന് പോകാറില്ല. ഈമാനുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മുജാഹിദ് പെണ്ണൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഈമാനുള്ളത് ആരാണെന്ന് അദ്ദേഹം പറഞ്ഞുതരാൻ. ഈമാനുള്ളത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും സഹാബത്തിന്റെ പത്നിമാരുമൊക്കെയാണ്, സഹാബ വനിതമാരാണ്. പക്ഷേ അവർ പള്ളിയിൽ പോയിട്ടില്ല എന്ന കളവ്, പച്ചയായ കളവ് ഇവിടെ ഉദ്ധരിക്കുകയാണ്. പക്ഷേ എത്രയെത്ര ഹദീസുകളാണ് തെളിവുള്ളത്. മദീനയിൽ നിന്ന് സന്നാ വരെ ഒരു പെണ്ണ് പച്ചപ്പകലിൽ അവൾ ഇറങ്ങി പുറപ്പെട്ടാൽ അവളിലേക്ക് ഒരു ആണിന്റെ കണ്ണു പൊങ്ങാത്ത കാലമായിരുന്നു റസൂലുള്ളാഹിന്റെ കാലം. ആ കാലത്താണ് ഈ പറയുന്നത് റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പള്ളിയിൽ പോയില്ല. ആരാ പറയുന്നത്? ഷാഫി ഇമാം. ഇത് ഇനി എന്റെ തലമക്ക് വെച്ചിട്ടരുത്. ഷാഫി ഇമാമാണ് നിന്നെ വെല്ലുവിളിക്കുന്നത്. ആ ഷാഫി ഇമാമിന് ഇനി മറുപടി പറയണം. ലക്ഷക്കണക്കിന് ഹദീസിന്റെ ഉടമയായ 10 ലക്ഷം ഹദീസ് അറിയുന്ന അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ പ്രധാന ഉസ്താദായ ഇമാം ഷാഫിയുടെ മദ്ഹ് പറഞ്ഞാൽ തീരൂല. ഇമാം ബൈഹഖി അതിനായി 2 വാള്യമുള്ള ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. ഇമാം നവവി ശറഹുൽ മുഹദ്ദബിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വന്തമായി ഇമാം റാസി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഇമാം ഷാഫി തങ്ങളെ പറ്റി അയിമ്മത്ത് കിതാബ് എഴുതിയിട്ടുണ്ട് സ്വന്തമായി. അപേക്ഷികമായി വേറെയും ഇഷ്ടംപോലെയുണ്ട്. അങ്ങനെയുള്ള ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അവർക്കാണോ ഹദീസ് എടുത്തുകൊണ്ട് വരുന്നത്? ഇമാം ഷാഫി തങ്ങൾ അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന വാക്ക്, വഖദ് കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. നിസാഉം മിൻ അഹ്ലി ബൈതിഹി, അവിടുത്തെ കുടുംബത്തിൽ നിന്ന് എത്രയോ സ്ത്രീകളുണ്ട്. വബനാതിഹി, അവിടുത്തെ പെൺമക്കളിൽ നിന്നും. വഅസ്വാജിഹി, അവിടുത്തെ ഭാര്യമാരിൽ നിന്നും. മൗലിയാതിഹി വഖദമിഹി, അവിടുത്തെ സേവകരിൽ നിന്നും. വഖദമി അഹ്ലി ബൈതിഹി, അവിടുത്തെ കുടുംബത്തിന്റെ സേവകരിൽ നിന്നും. ഇത്രയൊക്കെ സ്ത്രീകൾ ഉണ്ടായിട്ട് ഫമാ അലിംതു മിൻഹുന്ന, നിങ്ങൾ ശ്രദ്ധിക്കണം, ഫമാ അലിംതു അഹദം മിൻഹുന്ന, നബിന്റെ ഭാര്യമാരോ നബിന്റെ പെൺകുട്ടികളോ ആരും തന്നെ മാ അലിംതു മിൻഹുന്ന ഇംറാതൻ, ഒരു പെണ്ണിനെയും ഞാൻ അറിയുന്നില്ല. ഖറജത ഇലാ ശുഹൂദി ജുമുഅ, ഒരു ജുമുഅക്ക് പുറപ്പെട്ടതായി കാണുന്നില്ല. വലാ ഇലാ ജമാഅ, ഒരു ജമാഅത്തിന് പുറപ്പെട്ടതായും കാണൂല. ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി തങ്ങളാണ്. ഷാഫി തങ്ങളാ പറയുന്നത്. ബുഖാരി ഇമാമ് ബുഖാരി രചിക്കുന്നതിന്റെ മുമ്പ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞവരാണ് ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു. നീ ഇവിടെ ഹദീസ് കൊണ്ടുവന്നല്ലോ, ആ കൊണ്ടുവന്ന ഹദീസുകളിൽ നിന്ന് 90% റിപ്പോർട്ട് ചെയ്ത അയിമ്മത്ത് മുഴുവനും ഷാഫി മദ്ഹബിന്റെ കീഴിൽ ജീവിച്ചവരാണ്. ഷാഫി മദ്ഹബിലെ മുഖല്ലിദീങ്ങളാണ്. ചരിത്രം കൊണ്ട് ഞാനത് സമർത്ഥിക്കും. അങ്ങനത്തെ ഷാഫി ഇമാം പറയാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യമാര് ജുമാക്ക് പോയിട്ടില്ല, ജമാഅത്തിന് പോയിട്ടില്ല. റസൂലുള്ളാഹിന്റെ പെൺകുട്ടികൾ ഫാത്തിമ ബീവി അടക്കം ജുമാക്ക് പോയിട്ടില്ല, ജമാഅത്തിന് പോയിട്ടില്ല. നീണ്ടൊരു പട്ടിക. നിസാഉം മിൻ അഹ്ലി ബൈതി വബനാതി വഅസ്വാജി വമൗലിയാതി വഖദമി അഹ്ലി ബൈതി വമാ അലിംതു മിൻഹുന്ന ഇംറാഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅ, അവരാരും ജുമുഅക്ക് പോയ സംഭവമില്ല. ജമാഅത്തിന് പങ്കെടുത്ത തെളിവാകുമെന്ന് ഞാൻ പറഞ്ഞുതരാം. വലാ ഇലാ ജമാഅ, ജമാഅത്തിനും പോയിട്ടില്ല. ഫീ ലൈലിൻ, രാത്രി പോയിട്ടില്ല. രാത്രി ഒരു ജമാഅത്തിന് പോയിട്ടില്ല. ആര്? ഇനി വന്നുകാണ്ട് ഏത് വേറെ സ്ത്രീകൾ പോയത് പറയരുത്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോ അവിടുത്തെ കുടുംബങ്ങളോ ആരെങ്കിലും പോയിട്ടില്ല. വലാ ഇലാ ഔനഹാരി, അല്ലെങ്കിൽ പകലിലും പോയിട്ടില്ല. വലാ ഇലാ മസ്ജിദ് ഖുബ, മസ്ജിദ് ഖുബയിലേക്കും പോയിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് എപ്പോഴും പോകുന്നവരായിരുന്നല്ലോ. വമാ അശുക്കു, എന്നിട്ട് ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, എനിക്ക് സംശയമില്ല, അന്നഹുന്ന കുന്ന അലൽ ഖൈരി ബിമകാനിഹിന്ന മിൻ റസൂലില്ല അഹ്റസ, ആ സ്ത്രീകൾ മുഴുവനും റസൂലുള്ളാഹിന്റെ ഭാര്യമാരും അവിടുത്തെയോട് ബന്ധമുള്ള സ്ത്രീകളും ആ സ്ത്രീകൾ വളരെ ഖൈറിനോട് താല്പര്യമുള്ളവരാണ്. വബിഹി ആലമു മിൻ ഗൈരിഹിന്ന, അവരല്ലാത്തവരെക്കാണ് ആ വിഷയത്തിൽ അറിവുള്ളവരുമാണ്. വഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ലിയദഅ അൻ യഉമുറഹുന്ന ബിമാ യജിബു അലൈഹിന്ന, അവർക്കത് നിർബന്ധമുണ്ടെങ്കിൽ ജുമുഅ നിർബന്ധമില്ല എന്ന് ആദ്യം സമർത്ഥിക്കുന്നത്.
നിർബന്ധമുണ്ടെങ്കിൽ അത് റസൂലുള്ള പറയാതിരിക്കില്ല. വലൈഹി ഫീഹിന്ന വമാ ലഹുന്ന ഫീഹി മിനൽ ഖൈർ, അതിൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ, അതിൽ വല്ല ഗുണവും ഉണ്ടെങ്കിൽ, വല്ല സുന്നത്തും ഉണ്ടെങ്കിൽ, വല്ല പുണ്യവും ഉണ്ടെങ്കിൽ പറയാതിരിക്കില്ലായിരുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് തങ്ങൾ പറയാതിരിക്കോ? ഇത് പുണ്യമുള്ള കാര്യമാണെന്ന്. വൈലം യജിബ് അലൈന, നിർബന്ധമില്ലെങ്കിലും ഖൈറുണ്ടെങ്കിൽ പറയുമായിരുന്നു. കമാമറഹു നബി സ്വദഖാത്തി, സ്വദഖ ചെയ്യാൻ റസൂലുള്ള അവരോട് കൽപ്പിച്ചില്ലേ? അത് സുന്നത്തല്ലേ? വസ്സുനനി വഅമറ അസ്വാജഹു ബിൽ ഹിജാബ്, മറിച്ച് റസൂലുള്ള എന്താ ചെയ്തത്? അവിടുത്തെ ഭാര്യമാരോട് മറഞ്ഞിരിക്കാനാണ് പറഞ്ഞത്, പള്ളി പോകാനല്ല. വമാലിം തുഅഹദം മിൻ സലഫിൽ മുസ്ലിമീൻ, അവിടെ നിന്നും കയറി പറയുന്ന ഇമാം ഷാഫി തങ്ങൾ, മുസ്ലിമീങ്ങളിൽ കഴിഞ്ഞു പോയ സലഫ് സാലിഹ്യങ്ങളിൽ ഒരാളെയും ഞാൻ അറിയുന്നില്ല. അമറാഹദം മിൻ നിസായി ബീത്യാനി ജുമാഅത്തിൻ വലാ ജമാഅത്തിൻ മിൻ ലൈലിൻ വലാ നഹാർ, അവരെ ഭാര്യമാരിൽ നിന്ന് ആരോടെങ്കിലും രാത്രിയോ പകലോ ജുമുഅക്കോ ജമാഅത്തിനോ പോകാൻ പറഞ്ഞ സലഫ് സ്വാലിഹീങ്ങളിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ കഴിഞ്ഞു പോയിട്ടില്ല. എങ്ങനുണ്ട്? വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ, അങ്ങനെ പോകുന്നതിൽ വല്ല പുണ്യവും ഉണ്ടെങ്കിൽ അമറൂഹുന്ന ബിഹി വഅദിനു ലഹുന്ന ഇലൈഹി, അതുകൊണ്ട് നബി തങ്ങൾ അവർ കൽപ്പിക്കുമായിരുന്നു, സമ്മതം കൊടുക്കുമായിരുന്നു. വഹാബി പള്ളി കൊണ്ടുവല്ലേ? മുസ്ലിമീങ്ങൾ ചെയ്യാത്തത് നിങ്ങളാ സലഫി? മദീനയിൽ നിന്ന് സന്നാ വരെ ഒരു പെണ്ണ് പച്ചപ്പകലിൽ അവൾ ഇറങ്ങി പുറപ്പെട്ടാൽ അവളിലേക്ക് ഒരു ആണിന്റെ കണ്ണു പൊങ്ങാത്ത കാലമായിരുന്നു റസൂലുള്ളാഹിന്റെ കാലം. ആ കാലത്താണ് ഈ പറയുന്നത് റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പള്ളിയിൽ പോയില്ല. ആരാ പറയുന്നത്? ഷാഫി ഇമാം. ഇത് ഇനി എന്റെ തലമക്ക് വെച്ചിട്ടരുത്. ഷാഫി ഇമാമാണ് നിന്നെ വെല്ലുവിളിക്കുന്നത്. ആ ഷാഫി ഇമാമിന് നീ മറുപടി പറയണം.